ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ടൈപ്സ് ഓഫ് MISലെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഓർ DSS എന്ന് പറയും. DSS ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ DSS എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ ടൈപ്സ് ഓഫ് MISൽ ഒന്നാമത്തേത് ആണ് TPS ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. രണ്ടാമത് വരുന്നതാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് ഇല്ലേ, ഡിസിഷൻ എടുക്കാനുള്ളൊരു സഹായിക്കാനുള്ളൊരു ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ MISൻ്റെ ഒരു സഹായം അതിൻ്റെ ഒരു കോമ്പണൻ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം മീറ്റ് ദി ഇൻഫർമേഷൻ നീഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽ കവറിങ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. അല്ലേ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ഇൻഫർമേഷൻ സിസ്റ്റമാണ്? ഇൻഫർമേഷൻ നീഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മാനേജേഴ്സ്. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മാനേജേഴ്സിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ആ ലെവൽ കവറിങ് ദി എല്ലാ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ അത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക 3 ലെവലുണ്ട്. ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് MIS എന്ന് പറയുന്നത്. ഇൻ മെനി കേസ് ദിസ് ഇൻഫർമേഷൻ ഈസ് നോട്ട് അഡ്വക്കേറ്റ് ഫോർ മേക്കിംഗ് സ്പെസിഫിക് ഡിസിഷൻസ് ടു സോൾവ് ദി സ്പെസിഫിക് പ്രോബ്ലം. അപ്പം പല കേസുകളിലും എന്താണ്, ദ ഇൻഫർമേഷൻ ഈസ് നോട്ട് അഡ്വക്കേറ്റ് ഫോർ മേക്കിംഗ് സ്പെസിഫിക് ഡിസിഷൻ ടു സോൾവ് സ്പെസിഫിക് പ്രോബ്ലം. ചില ഡിസിഷൻസ് ഒന്നും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മാത്രമുള്ള ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാറില്ല. അതാണ് പറയുന്നത്. ദ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഈസ് ഇവോൾവ് ടു മീറ്റ് ദീസ് റിക്വയർമെൻറ്റ്സ്. അപ്പം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് MISൽ ഡിസിഷൻസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. വാട്ട് ആർ ദി മീനിങ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട്? DSSൻ്റെ മീനിങ് ആണ് പറയുന്നത്. സിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഡിസിഷൻ ഈസ് കോൾഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഓർ സിംപ്ലി DSS. സിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഡിസിഷൻ, ഒരു സിസ്റ്റം ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഓർ DSS എന്ന് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ്. അപ്പോൾ എന്താണ് ഇറ്റ് സപ്പോർട്ട് ദി എന്തിനു വേണ്ടിയിട്ട്? പ്രോസസ് ഓഫ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രോസസ്സിൽ അതിന് ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ ഒരു ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് DSS എന്ന് പറയുന്നത്. ഹിയർ എംഫാസിസ് ഈസ് ഗിവൺ ടു സപ്പോർട്ട്. ഇവിടെ സ്ട്രെസ് കൊടുക്കുന്ന ഏതിനു വേണ്ടി? സപ്പോർട്ടിനല്ലേ. നമ്മളൊരു ഡിസിഷൻ എടുക്കാനുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം, ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. റാദർ ദാൻ ഓട്ടോമേഷൻ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇവിടെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നേക്കാളും കൂടുതൽ ഇവിടെ സ്ട്രെസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സപ്പോർട്ട്, ഡിസിഷൻ സപ്പോർട്ടാണ്. ഇവിടെ ഒരു ഡിസിഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. DSS ഈസ് ഡിഫൈൻഡ് ആസ് ഇൻറ്ററാക്റ്റീവ് computer based system and subsystem that help people to use computer communication, data, document, knowledge and model to solve the problem and make decisions. But DSS is defined as an interactive computer based system. DSS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. DSS എന്ന് പറയുന്നത് ഒരു ഇൻറ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. ഒരു കമ്പ്യൂട്ടറാണ് അല്ലേ ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ ഉപയോഗിക്കുന്ന DSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അപ്പം ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആൻഡ് സബ് സിസ്റ്റം, അതിൽ കുറേ കോംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ആൻഡ് സബ് സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ ടു യൂസ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ. അത് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്? പീപ്പിൾ ടു യൂസ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻസ്, ഡാറ്റ, ഡോക്യുമെൻറ്റ്, നോളേജ് ആൻഡ് മോഡൽ ടു സോൾവ് ദി പ്രോബ്ലം ആൻഡ് മേക്ക് ഡിസിഷൻ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ DSS ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? DSS ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഇൻറ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആൻഡ് സബ് സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ ടു യൂസ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ, ഡോക്യുമെൻറ്റ്, നോളജ്. ഇതിനെല്ലാം വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മേക്ക് ഡിസിഷൻ, പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എല്ലാ മെറ്റീരിയലുകളും അതുപോലെ ഡാറ്റയും ഡോക്യുമെൻറ്റും എല്ലാം ഉപയോഗിക്കുന്നു. സോ ഇറ്റ് ഈസ് എൻ ഇൻറ്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സോൾവിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം ആൻഡ് മേക്കിംഗ് ഡിസിഷൻ. എ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ ആരാ എടുക്കുന്നത് നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പിരമിഡിൽ നമ്മൾ ഇങ്ങനെ ഒരു പിരമിഡ് വരച്ചിട്ടുണ്ട്. അതിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ടോപ്പ് ലെവൽ ആരാണ് എന്താണ് എടുക്കുന്നത്, മിഡിൽ ലെവൽ എന്താണ്, ലോവർ ലെവൽ എന്താണ്. ഇവിടെ അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ ആയിരിക്കും, ഇവിടെ സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും, ഇവിടെ സ്ട്രക്ചേർഡ്, അടിയിൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. സോ മുകളിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അൺസ്ട്രക്ചേർഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നോക്കാം. DSS provide both problem solving information and communication capability for solving semi-structured and unstructured problem. So DSS provide both problem solving information and communication capability for solving semi-structured and unstructured problem. അപ്പോൾ DSS ആരായിരിക്കും ഉപയോഗിക്കുന്നത്? അൺസ്ട്രക്ചേർഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലേ. മിഡിൽ ലെവൽ സെമി സ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. സോ അൺസ്ട്രക്ചേർഡ് കാരണം എന്താണ്, അൺസ്ട്രക്ചേർഡ് ചെയ്തിട്ട് അത് പ്രാവർത്തികമാക്കുന്നത് ലോവർ ലെവലാണ് അല്ലേ. അപ്പോൾ അവിടെ അൺസ്ട്രക്ചേർഡ് ആയിരിക്കും ടോപ്പിൽ, അടിയിലെത്തുമ്പോഴാണ് അത് സ്ട്രക്ചറായിട്ട് മാറുക. അവിടെയാണ് പ്രൊഡക്റ്റീവായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളും അടിയിലാണ് നടക്കുന്നത്. അപ്പം DSS provide both problem solving information and communication capability for solving semi-structured and unstructured problems. The information is provided in form of periodic and special report as well as. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? The information is provided. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. The information is provided in the form of periodic and special report as well as output from mathematical models. The information is produced. എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻ ദി ഫോം ഓഫ് പീരിയോഡിക് ആൻഡ് സ്പെഷ്യൽ റിപ്പോർട്ട്. ഇൻഫർമേഷൻ ഇവിടെ ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ സെയിൽസ് റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, അതുപോലത്തെ റിപ്പോർട്ട് പോലെയാണ് ഇവിടെ ഇൻഫർമേഷൻ എന്താണ് ഫോം ചെയ്യുന്നത്. and output from mathematical model. The DSS concept originated in 1960. 1960 DSS എന്ന കോൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് with the computer time sharing. DSS are interactive computer based information system that use decision model and specialized database to assist the decision making process ഓഫ് ദി എൻഡ് യൂസർ. അപ്പോൾ DSS എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പറയുന്നത് DSS ആർ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് എൻ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് യൂസ് ഡിസിഷൻ മോഡൽസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഡാറ്റാബേസ് ടു അസിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻട്രാക്റ്റീവ് ഡിസിഷൻ, നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റ് ഈസ് എൻ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ് ഡിസിഷൻ മോഡൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഡാറ്റാബേസ് ടു അസിസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, അസിസ്റ്റ് ആണ്. അസിസ്റ്റ് എന്തിനു വേണ്ടിയിട്ട്? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, എൻഡ് യൂസേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് DSS എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡ് യൂസർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മാനേജേഴ്സും അതുപോലെ സബോർഡിനേറ്റ്സ് ഒക്കെ ആയിരിക്കും. ദി മാനേജേഴ്സ് നീഡ് നോട്ട് സ്പെസിഫൈ ദെയർ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ് ഇൻ അഡ്വാൻസ്. ദി DSS interactively help them to find the information they need. അപ്പോൾ എന്താണ് ഇവിടെ? മാനേജേഴ്സ് നീഡ് നോട്ട് സ്പെസിഫൈ ദർ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്. ഒന്ന് അഡ്വാൻസ് ആയിട്ട് ഇൻഫർമേഷൻ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കലി DSS എന്ത് തരും? നമുക്ക് എല്ലാ ഇൻഫർമേഷനും നമ്മുടെ മുന്നിൽ തന്നെ എത്തിച്ചു തരും. സെയിൽസ് റിപ്പോർട്ടായാലും പർച്ചേസ് റിപ്പോർട്ടായാലും ഓട്ടോമാറ്റിക്കലിയാണ് അത് എന്താണ് നമ്മുടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അവിടെ ഉണ്ടാക്കുന്നത്. The decision support system can be seen as knowledge based system. Second paragraph നോക്കുക. The decision support system can be seen as knowledge based system used by senior managers which facilitate the creation of knowledge and allow it integration to the organization. അപ്പോൾ decision support system എന്ന് പറഞ്ഞാൽ it can seen as knowledge based system
ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും, അതൊരു നോളേജ് ബേസ്ഡ് സിസ്റ്റമാണ്. യൂസ്ഡ് ബൈ ദി സീനിയർ മാനേജേഴ്സ്. അത് ഉപയോഗിക്കുന്ന ആരാണ്? സീനിയർ മാനേജേഴ്സ് ആണ്. വിച്ച് ഫെസിലിറ്റേറ്റ് ദി സർട്ടൈൻ ഓഫ് നോളേജ് ആൻഡ് ഇറ്റ് അലോ ഇൻ്റഗ്രേഷൻ ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ വിച്ച് ഫെസിലിറ്റേറ്റ് ദി ക്രിയേഷൻ ഓഫ് നോളജ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുന്നത്? അത് നോളേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ് ക്രിയേഷൻ ഓഫ് നോളജ് ആൻഡ് അലോ ഇറ്റ്സ് ഇൻ്റഗ്രേഷൻ ടു ദി ഓർഗനൈസേഷൻ. The system are often used to analyze existing structure information and allow managers to project the potential effort to their decision into future. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഡിസിഷൻ എടുക്കാനും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാനേജേഴ്സിന് ഇത് മെയിൻലി സഹായിക്കുന്നത്. Such systems are usually interactive and used to solve unstructured problem. നമ്മൾ അതേ പറഞ്ഞു, അത് മെയിൻലി സഹായിക്കുന്നത് അൺസ്ട്രക്ചേർഡ് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ നമുക്ക് അത്രയാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം? ഫസ്റ്റ് വൺ പറയുന്നത് ഫെസിലിറ്റേഷൻ അല്ലേ. ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ DSS ഫെസിലിറ്റേറ്റ് ആൻഡ് സപ്പോർട്ട് സ്പെസിഫിക് ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് ഓർ ഡിസിഷൻ പ്രോസസ്സ്. ഇത് എന്ത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്തിനു സഹായിക്കുന്നു? സ്പെസിഫിക് ഡിസിഷൻ എടുക്കാനും അത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുക്കുന്നു. DSS ആർ ഡിസൈൻഡ് സ്പെസിഫിക്കലി ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ പ്രോസസ്സ്. ഇവിടെ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു എന്നർത്ഥം. ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. ദെൻ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ DSS ഓൺലി സപ്പോർട്ട് ഡിസിഷൻ മേക്കേഴ്സ് അറ്റ് എനി ലെവൽ ഇൻ ദി ഓർഗനൈസേഷൻ. DSS നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഏത് ലെവലും ഓർഗനൈസേഷൻ്റെ ഏത് ലെവലും നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കും. അതാണ് സപ്പോർട്ടിങ്. നമ്മളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ DSSൻ്റെ സഹായത്തോടു കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടോ അതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? DSSൻ്റെ സഹായം തേടാം. So DSS should support rather than automate decision making. They are not intended to replace decision makers. The manager's experience and judgment cannot be replaced by its new system. ഇവിടെ മെയിൻലി പറയുന്നത് നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏത് ലെവലിലെ ഓർഗനൈസേഷൻ ആണെങ്കിലും മാനേജേഴ്സിനെ എന്ത് ചെയ്യുന്നു? DSS സപ്പോർട്ട് ചെയ്യുന്നു. മൂന്നാമത്തേത് മീൻ ഫോർ ഹയർ ലെവൽ മാനേജ്മെൻറ്റ്. DSS ആർ മെയിൻലി ഡിസൈൻഡ് ഫോർ യൂസ് ഓഫ് ഹയർ ലെവൽ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് DSS ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെ പിരമിഡ് വരച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇവിടെ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ ആയിരിക്കും. ഇവിടെ സെമിയാണ്, ഇവിടെ സ്ട്രക്ചേർഡ് ഡിസിഷൻ ആയിരിക്കും. ലോവർ ലെവൽ സ്ട്രക്ചേർഡ് ഡിസിഷനാണ്, ഇവിടെ അൺസ്ട്രക്ചേർഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സെമിയാണ് അല്ലേ, സെമി. അപ്പം ഇതാണ് ടോപ്പ് ലെവലിൽ പറയുന്നത് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ. ഇവിടെ സെമി സ്ട്രക്ചേർഡ് ആണ്, ഇവിടെ സ്ട്രക്ചേർഡ് ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ്, ഇവിടെ ഡിസിഷൻ എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് DSS എന്ന് പറയുന്നത്. ഇവിടുത്തേതാണ് DSS. അപ്പം അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മെയിൻലി ഡിസൈൻഡ് ഫോർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അടുത്ത നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആസ് വെൽ ആസ് ജഡ്ജ്മെൻറ്റ് അല്ലേ. കമ്പ്യൂട്ടേഴ്സ് ആസ് വെൽ ആസ് ജഡ്ജ്മെൻറ്റ്. മാനേജേഴ്സ് ക്യാൻ യൂസ് കമ്പ്യൂട്ടർ ആസ് സപ്പോർട്ട് ഫോർ സോൾവിങ് സെമി സ്ട്രക്ചേർഡ് പ്രോബ്ലംസ്. അറ്റ് ദി സെയിം ടൈം ഡിസിഷൻ മേക്കേഴ്സ് ഇൻസൈറ്റ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ആർ ആൾസോ നീഡ് ടു കൺട്രോൾ ദി പ്രോസസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടേഴ്സ് ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ദെൻ ഇൻട്രാക്ഷൻ. DSS are computer-based system designed for interactive user by decision makers who control the sequence of interaction and the operation performed. അപ്പോൾ ഇവിടെ ഇൻട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി അവിടെ നടക്കുന്നുണ്ട്. അതിനെയാണ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. DSS ആർ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഡിസൈൻ ഫോർ ഇൻട്രാക്റ്റീവ് യൂസ് ബൈ ഡിസിഷൻ മേക്കേഴ്സ്. ആരാണോ ഡിസിഷൻ എടുക്കുന്നത് അവരായിട്ട് കമ്പ്യൂട്ടർ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ഡിസിഷൻ ഫോം ആവുന്നത്. ദെൻ വരുന്നത് ടാസ്ക് ഓറിയൻറ്റഡ്. ടാസ്ക് ഓറിയൻറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DSS പ്രൊവൈഡ് സ്പെസിഫിക് capabilities that support one or more tasks related to decision making, including intelligence
and data analysis, identification and design of alternatives, choice among alternatives and decision implementation. അപ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാന്ന് വെച്ചിട്ടുണ്ട്, അതൊരു ടാസ്ക് ആണ് അല്ലേ, ഓർഗനൈസേഷൻ്റെ ഒരു ടാസ്ക് ആണ് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ DSS provides specific capabilities that support one or more tasks related to decision making. അപ്പോൾ ഓരോരോ ഡിസിഷൻ എടുക്കുന്നത് ടാസ്ക്കാണ്. ആ ടാസ്കിന് വേണ്ട ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡാറ്റ അനാലിസിസ് ആയിരിക്കാം, ഡിസൈൻ ആയിരിക്കാം, അതുപോലെ ആ ഒരു ഡിസിഷൻ കാറ്റഗറീസ് ആയിരിക്കാം, ഡിസൈൻ ചെയ്യാനായിരിക്കാം, അതുപോലെ ഒരു ഡാറ്റ അനലൈസ് ചെയ്യാനായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എന്ത് ടാസ്ക് കൊടുത്താലും DSS എന്ത് ചെയ്യുന്നുണ്ട്, ആ ടാസ്ക് അച്ചീവ് ചെയ്തിട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ടാസ്ക് ഓറിയൻറ്റഡ് ആണെന്ന് പറയും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ദെൻ വരുന്നതാണ് റിപ്പീറ്റഡ് യൂസ്. DSS are intended for repeated use. A specific DSS may be used routinely or used as needed for ad hoc decision support task. അപ്പോൾ DSS നമുക്ക് എന്താ പറയുക, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം? റിപ്പീറ്റഡ് യൂസിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ റൊട്ടീനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണ് റൊട്ടീൻ ഇൻഫർമേഷൻ എല്ലാം വരുന്നത്. അതായത് എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടികളിലെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, അതുപോലെ പേറോൾ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന. അപ്പോൾ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നതിനും എന്ത് ഉപയോഗിക്കാം, DSS ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കാം. അപ്പോൾ അത് റൊട്ടീനായിട്ട് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ഡെയിലി ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് റിപ്പീറ്റഡ്. അത് മെയിൻലി ലോവർ ലെവലിലാണ് വരുന്നത്. ദെൻ ഐഡൻറ്റിഫയബിൾ. DSS may be independent system that collect or replicate data from other information system or subsystem of a larger, more integrated information system. അപ്പോൾ DSS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ദാറ്റ് കളക്ട് ഓർ റിപ്ലിക്കേറ്റ് ഡാറ്റ. എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് എല്ലാം ഉണ്ടെങ്കിൽ DSS എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് ഐഡൻറ്റിഫയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും റിപ്പീറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡബിളായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ എൻട്രി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ DSS അത് ട്രാക്ക് ചെയ്യുന്ന അർത്ഥം. ക്വിക്ക് റെസ്പോൺസ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്നതിന് പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള റെസ്പോൺസ് തിരിച്ചു വരും. ദെൻ ടെക്നോളജി. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ DSS വർക്ക് ചെയ്യിക്കുന്നത് അല്ലേ. ടെക്നോളജി റിക്വയർഡ് ഫോർ DSS ഡിപ്പെൻഡ് അപ്പോൺ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി റിക്വയർഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ അതിന് എത്രമാത്രം ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ച് നല്ല ഡിസിഷൻസും നമുക്ക് എടുക്കാൻ സാധിക്കും. ദെൻ എഫക്റ്റീവ്നെസ് ഓഫ് ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും നല്ല എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള വഴിയാണ് എന്ത്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കുക. കാരണം ഒരു ഡിസിഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം, അത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത് ഒരുപാട് കോസ്റ്റും ഒക്കെ ഇൻവോൾവ്ഡ് ആയിട്ടാണ് ഡിസിഷൻ. അപ്പം നല്ല DSSൻ്റെ സഹായത്തോട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എഫക്റ്റീവാണ് അല്ലേ. എഫക്റ്റീവ്നെസ് ഓഫ് ഡിസിഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ എടുക്കാം.